بسم الله الرحمن الرحيم السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ ഈ സമയം ചെലവഴിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ കേൾക്കാനും കേട്ടതിന് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പല രംഗത്തും നാം നിസ്സഹായരായി നിന്നിട്ടുണ്ട്. പല ആളുകളും ഇപ്പോഴും ആ നിസ്സഹായാവസ്ഥ ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടാവാം. വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിചാരിച്ച മാർക്ക് ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കോഴ്സിൽ പരാജയപ്പെടുമ്പോൾ ഇനി എന്തു ചെയ്യണം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതൊരു നിസ്സഹായാവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് കൃഷിയുടെ നാശം. കോരിച്ചൊരിയുന്ന മഴയത്ത് താൻ പരിപാലിച്ചുണ്ടാക്കിയ ഒരു കൃഷി പെട്ടെന്ന് നശിച്ചു പോകുമ്പോൾ അയാൾ വല്ലാത്ത മാനസിക സംഘർഷം അനുഭവിക്കും.
വളരെ കൗതുകത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി വിവാഹം കഴിച്ചു കൊടുത്ത നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ, അവരുടെ വിവാഹം ഒരു കാരണത്തിന്റെ പേരിൽ പെട്ടെന്ന് മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സന്ദർഭത്തിൽ അതൊരു നിസ്സഹായാവസ്ഥയാണ്. ഇങ്ങനെ ഓരോ രംഗത്തും ചെറിയൊരു ജലദോഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പനിയുടെ പേരിൽ ഒരു വേദനയുണ്ടായതിന്റെ പേരിൽ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു. അദ്ദേഹം ഏതാനും ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടു. ആ ടെസ്റ്റുകൾ നടത്തി അതിന്റെ റിപ്പോർട്ടുമായി നമ്മൾ തിരിച്ചു ചെന്നപ്പോൾ ഡോക്ടർ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ മാരകമായ ഒരു രോഗമുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളത് ചികിത്സിക്കണം, അല്ല ചികിത്സിക്കേണ്ട സമയവും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതെല്ലാം നമ്മൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇത്തരം അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്കത് എത്രയും പെട്ടെന്ന് അതിലവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിസ്സഹായാവസ്ഥകൾക്കൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടിക്ക് തൊട്ടടുത്ത പരീക്ഷയിൽ ഇതിനേക്കാളും മാർക്ക് വാങ്ങി അവന് വിജയം കണ്ടെത്താൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. രോഗം വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അടുത്തെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു പക്ഷേ സാധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി തകർന്ന ഒരാളെ മറ്റൊരു ബിസിനസ്സിലേക്ക് അയാൾ നടന്നെത്തിയാൽ അവിടെ അയാൾക്ക് നേരത്തെ തന്നെയുള്ള നഷ്ടം കൂടി നികത്തുന്ന രീതിയിലുള്ള ഒരു വിജയം ആ കച്ചവടത്തിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മുടങ്ങിയ വിവാഹം അതിലും ഗംഭീരമായ രൂപത്തിൽ നടന്നു എന്ന് വന്നേക്കാം. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ മുമ്പിൽ ഒരു പ്രശ്നമാണെങ്കിലും ഒരു നിസ്സഹായാവസ്ഥയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും വലിയൊരു നിസ്സഹായാവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇത് ഞാൻ പറയുമ്പോൾ ഇതിനോടൊപ്പം സഞ്ചരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണുകളും മറ്റുള്ള സംഗതികളുമൊക്കെ തൽക്കാലം ഒന്ന് സൈലന്റ് ആക്കി ഇവിടെ നമ്മുടെ ക്ലാസ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ ആളുകൾ ക്ലാസ്സിന് വേണ്ടി കേൾക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് എവിടെയാണ് ഒഴിവുള്ള കസേര സീറ്റ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവർ വന്നങ്ങനെ ഇരിക്കുക, അതാരും അറിയണ്ട. അപ്പോൾ എന്താണ് നിസ്സഹായാവസ്ഥ? അതാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതിലേക്കാണ് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് മറ്റൊരാളോട് ബന്ധപ്പെടാം, സംസാരിക്കാം, ചർച്ച ചെയ്യാം. അങ്ങനെ പരസ്പരം പറഞ്ഞും പങ്കുവെച്ചുകൊണ്ടും മറ്റൊരാളുടെ സഹായം തേടിക്കൊണ്ടും ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചേക്കാം. ഞാൻ പറയാൻ പോകുന്ന നിസ്സഹായാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരാൾക്ക് ഇടപെടാൻ കഴിയാത്ത, മറ്റൊരാളോട് പങ്കുവെക്കാൻ കഴിയാത്ത വല്ലാത്തൊരു മാനസിക സംഘർഷം, അതിനെയാണ് ഞാൻ സൂചിപ്പിച്ച നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിശ്വാസത്തെയും അഭിമാനത്തെയും ബന്ധങ്ങളെയും എല്ലാം വെല്ലുവിളിച്ച് എത്ര ശ്രമിച്ചിട്ടും കരകയറാനാവാതെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന തിന്മയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അതായത് നമ്മൾ പുറത്ത് നമ്മളെക്കുറിച്ച് പരിചയമുള്ള ഒരു മുഖമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ, കുടുംബത്തിന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ നമ്മളെക്കുറിച്ചൊരു അഡ്രസ് ഉണ്ട്. ഇന്നയാൾ എന്ന് പറയുമ്പോൾ അയാളെക്കുറിച്ചൊരു ധാരണ, ഒരു പിക്ചർ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു തിന്മ, ഒരു ദുശ്ശീലം, ഒരു വൃത്തികേട് നമ്മുടെ ജീവിതത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ അത് തെറ്റാണ്, തിന്മയാണ്, എന്നെ പോലെയുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, അറിയാൻ പാടില്ലാത്തതാണ്, കാണാൻ പാടില്ലാത്തതാണെന്ന് 100% നമുക്ക് ബോധ്യവുമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ തിന്മ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി പറിച്ചു കളയാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യം. ഇതാണ് ഞാൻ പറഞ്ഞ നിസ്സഹായാവസ്ഥ. ഇതിൽ വേറൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല.
അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തണമെന്ന് നമുക്ക് 100% ഉറപ്പുള്ള ആ തിന്മ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്നെപ്പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമുള്ള അള്ളാഹുവിന്റെ അടുക്ക് ഏറ്റവും ശിക്ഷാർഹമായ ഒരു തെറ്റ്, ആ തെറ്റിന് ഞാൻ അടിമയാണല്ലോ എന്ന മാനസികമായ ഒരു പ്രയാസം ചിലരെങ്കിലും അനുഭവിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണങ്ങൾ ഒരുപാട് പറയാൻ പറ്റും, ഞാൻ അതിലേക്ക് വിശദമായി കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് ലഹരി, അതേപോലെ തന്നെ ലൈംഗിക സദാചാരമില്ലായ്മ, സാമ്പത്തിക രംഗത്തുള്ള സുതാര്യതയില്ലായ്മ, അതുപോലെ തന്നെ വാക്കുകൾ പാലിക്കാൻ സാധിക്കാത്തതിന്റെ സാഹചര്യം. ഇതൊക്കെ ആ രംഗത്ത് നിങ്ങൾക്ക് ഉദാഹരണമായി എണ്ണാവുന്ന കാര്യമാണ്. നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ പ്രവർത്തകനായി അല്ലെങ്കിൽ പ്രബോധകനായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും നമ്മൾ ചെയ്യാവും. പക്ഷേ എന്തെങ്കിലും ഒരു ലഹരി സാധനത്തിന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അടിമയായി പോയ ഒരാളാണെങ്കിൽ ഇപ്പോഴും അത് രഹസ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുക. അത് ഭാര്യയിൽ നിന്ന് മറച്ചുവെച്ച്, മക്കളിൽ നിന്ന് മറച്ചുവെച്ച്, നാട്ടുകാരറിയാതെ അതിങ്ങനെ മെല്ലെ ഏതെങ്കിലും രീതിയിൽ അത് ഹാൻഡ്സ് ആയിട്ടോ പാൻപരാഗായിട്ടോ ഐസ്ക്രീം ആയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ അത് ഒരു കൃത്യമായ അളവിൽ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഇടക്ക് ഷർട്ടിന്റെ പോക്കറ്റിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന്റെ അടയാളം ഭാര്യ കണ്ടെത്തുമ്പോൾ എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടുക. അങ്ങനെ ഒരു ഈ തിന്മ, ഇത് എന്റെ തിന്മയാണ് എന്ന് അയാൾക്ക് അറിയാം, പക്ഷെ അയാൾക്ക് അത് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്ന് തന്റെ കമ്പ്യൂട്ടർ തുറന്നു വെച്ച് അതിലുള്ള വൃത്തികേടുകൾ ആസ്വദിക്കുന്ന ചിലരെങ്കിലും സമൂഹത്തിലുണ്ട്. അതൊരു രോഗമായി ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരുപാട് വാർത്തകൾ ഇന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായഭേദമില്ല. അതുകൊണ്ട് തന്നെ അത്തരം സംഗതികളിൽ നിന്ന് അന്യ പുരുഷന്മാരുമായി അല്ലെങ്കിൽ അന്യ സ്ത്രീകളുമായി നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, അതിന്റെ പേരിൽ എത്രയെത്ര ആത്മഹത്യകളും പ്രശ്നങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഇപ്പൊ ഈ അടുത്ത് ഞാൻ അറിഞ്ഞ ഒരു സംഗതി, പ്രസവിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ ഏതാനും ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അതായത് ഏതാനും ആഴ്ചകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ സ്ത്രീ പെട്ടെന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചിരിക്കുന്നു. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ഏകദേശം 10 ദിവസം പിന്നിട്ട് ഇപ്പോഴത് മരിച്ചു. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ പല രീതിയിലുള്ള കാരണങ്ങളുമാണ് ആളുകൾ പറയുന്നതെങ്കിലും ഈ സ്ത്രീയുടെ അടുക്കൽ വരുന്ന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരിക്കലും പുറത്തറിയാൻ പാടില്ലാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ തന്നെയാണ് അത് ചെയ്യേണ്ടി വന്നത്. ഇത് ചിന്തിക്കേണ്ട കാര്യം. അതായത് ഓരോരുത്തർക്കും ഒരു മുഖമുണ്ട്, ഒരു അഡ്രസ് ഉണ്ട് നാട്ടിൽ. ആ അഡ്രസ്സിനും കളങ്കം പറ്റുന്ന ഒരു തിന്മ കുറെ കാലമായി ഒളിച്ചു വെക്കുകയും ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ അതറിയാതെ പുറത്തു വരികയും ചെയ്യുമ്പോൾ മാനം കാക്കുന്നതിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന, നാട് വിട്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷെ നടക്കുന്ന കാലത്ത് നല്ല പർദ്ദയും നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇസ്ലാമികമായ ഷിയാറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു തെറ്റിൽ കുടുങ്ങിപ്പോയി എന്ന് വരുമ്പോൾ അതിന്റെ നാട്ടുകാരും കുടുംബങ്ങളും അറിഞ്ഞാൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നുള്ള പാപഭാരം കൊണ്ട് ഇങ്ങനെ കടുങ്കൈ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ സംഭവിക്കണം എന്താ അറിയോ? ഇത്തരം എന്തെങ്കിലും ഒരു തെറ്റ് കൂടപ്പുറപ്പായി കൊണ്ട് നടക്കണം. അത് ഇന്നല്ലെങ്കിൽ നാളെ സഹോദരങ്ങളെ പുറത്തു വരാനുള്ളതാണത്. പക്ഷേ ഇയാൾക്കറിയാം, ഓരോ രാത്രിയും പകലും കഴിഞ്ഞു പോകുമ്പോൾ അയാൾക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ഈ ചെയ്യുന്നു ശരിയല്ല എന്ന് അയാൾക്ക് 100% അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായ അവസ്ഥകളും. എന്താണ് ബിസിനസ്, എന്താണ് കച്ചവടം, എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പല ആളുകൾക്കും കഴിയുന്നില്ല. എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത് എന്ന രൂപം പറയാൻ കഴിയുന്നില്ല. കാരണം അതൊക്കെ പറയാൻ നിന്ന വലിയ പ്രശ്നമാണ്. കാരണം അങ്ങനെ ഒത്തുപോണുണ്ട് എന്ന് പറയും. കാരണം എന്താ അറിയോ, അത് പറഞ്ഞാൽ അത് 100% ഇസ്ലാമികമായ കാര്യങ്ങളോട് യോജിക്കുന്നതല്ല എന്ന് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിക്കാൻ വരണ്ട എന്നുള്ള രൂപത്തിലാണ്. നിങ്ങൾക്ക് എന്താ പള്ളിന്റെ പിരിവോ എന്താ വെച്ചാൽ നമുക്ക് തരാം, എന്റെ അക്കൗണ്ട് എങ്ങനെയാണ്, ഞാൻ എങ്ങനെ കാശ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിയണ്ട എന്നുള്ള രൂപത്തിലാണ്. ആലോചിച്ചോക്കാൻ നിങ്ങൾ. അപ്പൊ അയാൾക്കറിയാം ഞാനിപ്പോ കാശുണ്ടാക്കുന്ന രീതി ശരിയല്ല. അതായത് 5 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റായി ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ അതിന് കിട്ടുന്ന പലിശ മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ രൂപം എന്താണോ അത് തെറ്റാണ്.
പക്ഷെ അതേ രൂപം തന്നെ വേറൊരു രൂപത്തിൽ നമ്മൾ ചെയ്യുകയും അതിന്റെ ലാഭനഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയണ്ട, എനിക്ക് ഇത്ര മാസം കിട്ടിക്കൊണ്ടിരിക്കണം, അതിങ്ങനെ വാങ്ങുക, എന്നിട്ട് അത് പലിശയല്ല എന്നും പറയാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കഴിയില്ല. പക്ഷെ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അത് പലിശയുടെ അംശമുള്ള സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടാവാം. അതുപോലെ തന്നെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി രോഗം മാറാതെ വരുമ്പോൾ അതാ അയൽവാസി വന്ന് നമ്മളെ ഉപദേശിക്കുന്നു, ഇന്ന അടുത്തൊരു തങ്ങളുണ്ട്, ഇന്ന അടുത്തൊരാളുണ്ട്, അയാളടുത്ത് പോയാൽ നിങ്ങൾക്ക് അതിനൊരു ചെറിയ ശമനം കിട്ടും, അയാളടുത്ത് പോയിട്ട് ഒരുപാട് രോഗം മാറിയ ആളുകളുണ്ട്. അതാ അപ്പോൾ പകൽ മുജാഹിദായി, പകൽ തൗഹീദിന്റെ വാദിയായി, രാത്രി മുണ്ടിട്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അയാൾക്കറിയാം ഞാൻ പോകുന്നത് തെറ്റാണ് എന്ന്, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് അയാൾക്കറിയാം. അതെ, ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഇത്രയാണ്. അതായത് സ്വന്തം ജീവിതത്തിൽ ആരും അറിയാതെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു തിന്മ, അതായത് അള്ളാഹു ഹറാം പടച്ചതമ്പുരാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു തെറ്റ്, അത് ജീവിതത്തിന്റെ കൂടപ്പുറപ്പായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്. കാരണം അതിൽ വേറൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല. ഞാൻ ഇന്ന ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മറ്റൊരാളോട് പറയാൻ അയാൾക്ക് കഴിയില്ല. എന്നാൽ ഇത് അവസാനിപ്പിക്കണമെന്ന് ഓരോ ഖുതുബകൾ കേൾക്കുമ്പോഴും, ഓരോ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും, ഓരോ സീഡികൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതാ ഇന്ന ഒരു സ്ത്രീയുമായി ഞാൻ അവിഹിതമായ ബന്ധത്തിലാണല്ലോ, ഇന്നലെ പോലും മൊബൈലിൽ ഞാൻ ദീർഘമായി സംസാരിച്ചതാണല്ലോ, അത് പാടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ഖുത്ബ കഴിഞ്ഞൊരു പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരാശയം, മണിക്കൂറുകളോളം അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഫോണിൽ പരസ്പരം സംസാരിക്കുന്നത് ഇസ്ലാമികമായി തെറ്റാണ്. ഏത് ഹദീസ് പ്രകാരം? അന്യ പുരുഷനും സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല, അവിടെ ഒറ്റക്കായി കഴിഞ്ഞാൽ മൂന്നാമനായി ശൈത്താൻ ഉണ്ടാവും എന്ന ഹദീസ് പ്രകാരം അത് ഫോണിലാണെങ്കിലും മണിക്കൂറുകളോളം ഇങ്ങനെ അന്യ പുരുഷനും അന്യ സ്ത്രീ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുപ്പക്കാരൻ ഖുത്ബ കഴിഞ്ഞിട്ട് പറയാണെന്ത്, നിങ്ങൾ ആ പറഞ്ഞത് അത്ര സത്യമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോണിലാ വിളിച്ചു പറയണം, കാളെന്നും അറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി എന്താ ചെയ്യാ, എനിക്ക് മടങ്ങണമെന്നുണ്ട്, എന്താ ഇനി ചെയ്യാ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് ആ പെൺകുട്ടിയോട് നിങ്ങൾ ആ കാര്യം തുറന്നു പറയാ, അവസാനിപ്പിക്കുക, ഇനി വിളിക്കരുതെന്ന് പറയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ആ പെൺകുട്ടിയും ഇന്ന് ഖുതുബക്ക് പങ്കെടുത്തിരുന്നു. അപ്പൊ രണ്ടാളും, അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതായത് ദീനി വെള്ളിയാഴ്ച ജുമാക്ക് വരണം എന്ന് ബോധമുള്ള ഒരു കോളേജിലെ പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അപ്പൊ ദീനിയായ ഒരു ഭാഗം ഒരു ഭാഗത്ത് നടക്കുന്നു, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇത്തരം സംഗതികളും നടന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതായത് നമ്മൾ തിന്മ ചെയ്യുന്നവരെന്ന് പറയുന്നത് നമസ്കാരവും നോമ്പും സക്കാത്തും ഒന്നും ഇല്ലാതെ അങ്ങാടികളിലൂടെ ലക്ഷ്യബോധമില്ലാതെ കറങ്ങി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. പക്ഷെ അതിനേക്കാളും ഇന്ന് നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അതോടൊപ്പം സമൂഹത്തിന്റെ മുന്നിൽ നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, തന്റെ ജീവിതത്തിൽ ഒരു തിന്മയെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം, ഇതാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്. പരിഹാരം വേണ്ടേ? ഇതിനാണ് പരിഹാരം ആവശ്യം. ഇതിന് പരിഹാരം വേണമെന്ന് എന്റെ സംസാരം കേൾക്കുന്ന ഈ സദസ്സിൽ നിന്നോ ദൂരെ നിന്നോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മനസ്സറിഞ്ഞ് വിചാരിക്കുന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, പടച്ചതമ്പുരാൻ നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്. കാരണം പടച്ചതമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിന്റെ തീഷ്ണത എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നമ്മളെക്കാളും ബോധ്യമുള്ളവനാണല്ലോ പടച്ചതമ്പുരാൻ. അതുകൊണ്ട് ആ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ ഒരടിമ പോലും കടന്നു പോകരുതേ എന്ന് അങ്ങേയറ്റം ആഗ്രഹത്തോടു കൂടിയാണ് അള്ളാഹു നമ്മളോട് ഖുർആനിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, നിങ്ങൾ ഒരു തിന്മ ഒഴിവാക്കിങ്ങാണ്ട് നടന്നു വരാൻ തീരുമാനിച്ചാൽ ഞാൻ ഓടി വരും, നിങ്ങൾ ഓടി വന്നാൽ ഞാൻ അത് മാറെടുക്കും, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതൊക്കെ കാരണം എന്താ? നമ്മൾ എങ്ങനെയോ സ്വർഗത്തേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് അള്ളാഹു വെച്ച സംവിധാനമാണ് ഓരോ ദിവസവും 5 വക്ത് നിസ്കാരം എന്നുള്ളത്. ഇന്ന സ്വലാത്ത, നിശ്ചയമായും നമസ്കാരം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം നിങ്ങളെ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും. നിസ്കാരത്തിന്റെ ഗുണമാണ്, മനസ്സിലായോ? അതേപോലെ തന്നെ ആ നമസ്കാരത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ആഴ്ചയിൽ വരുന്ന ജുമുഅ എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്താ പറഞ്ഞത്? അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളിയാഴ്ച വാങ്ങ് കൊടുത്താൽ വരണം എന്നാണ്.
അതായത് പരലോകത്തെ കുറിച്ചും സ്വർഗത്തെ പറ്റി നരകത്തെ പറ്റി